ഹായ് ഡിയേഴ്സ്, PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തത് ഏത്? അപ്പം ആൻസർ ചെന്നൈ ആണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? ചാണക്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? റാഡ്ക്ലിഫ്. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി തയ്യാറാക്കിയത് ആര്? VP മേനോൻ. കേരളത്തിൽ വാഗൺ ട്രാജഡി എന്ന സ്ഥലം ഏത്? തിരൂർ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ചേരിചേര നയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? കൃഷി. നെക്സ്റ്റ് നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. തൈക്കാട് അയ്യ ജനിച്ച വർഷം? ആൻസർ 1814. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായ തൈക്കാട് അയ്യയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. തൈക്കാട് അയ്യ ജനിച്ച വർഷം 1814. മുത്തുകുമാരൻ്റെയും രുക്മിണി അമ്മാളുടെയും മകനാണ് തൈക്കാട് അയ്യ. 1814 ജനിച്ചു. മാതാപിതാക്കൾ നൽകിയ പേര് സുബ്ബരായർ എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സോതി തിരുനാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ? തൈക്കാട് അയ്യ. ഇതൊരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ? തൈക്കാട് അയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അയ്യവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര്? സൂപ്രണ്ട് അയ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? കണ്ണൂർ. ചേരഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത്? പദവാരം. ചേരഭരണകാലത്ത് പൊന്ന് എന്നറിയപ്പെട്ടിരുന്നത്? വിൽപ്പന നികുതി. രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമി അറിയപ്പെട്ടിരുന്നത്? ചേരിക്കൽ. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെട്ടിരുന്നത്? ശ്രീ ശങ്കരാചാർ. ശങ്കരാചാർ സമാധിയായ സ്ഥലം? കേദാർനാഥ്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ വടക്ക് സ്ഥാപിച്ച മഠം ഏതാണ്? ജ്യോതിർമഠം. ബദ്രിനാഥിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ കിഴക്ക് സ്ഥാപിച്ച മഠം എവിടെയാണ്? ഗോവർദ്ധന മഠമാണ്, പുരി. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥാപിച്ച മഠം? ശാരദാമഠം, ദ്വാരക. ഈ വീഡിയോയിൽ ഞാൻ എത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ, സൈനിങ് ഓഫ്.